ചുരുളി എന്ന് പറഞ്ഞ ക്യാരക്ടറിലേക്ക് പോകുമ്പോൾ അവിടെ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ടാവുന്നതാണ്, മാനസികപരമായിട്ടും ബോഡി ലാംഗ്വേജ് എല്ലാം കൂടി. അതിനെ കുറിച്ച് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ജല്ലിക്കെട്ട് എന്ന് പറയുന്ന സിനിമയിൽ എന്നെ അദ്ദേഹം വിളിച്ചു കഴിഞ്ഞിട്ട് അതിനകത്തൊരു 3.5 മിനിറ്റുള്ള ഒറ്റ ഷോട്ടുണ്ട്. അത് പിന്നെ ക്യാമറ DOP പിന്നെ അദ്ദേഹത്തിൻ്റെ ഹരീഷിൻ്റെ അറിയാൻ പാടില്ലേ. അപ്പം അദ്ദേഹം അങ്ങനെ ചെന്ന് ലിജോ സാറ് ചെന്നിട്ട് ഇങ്ങനെ കാണിച്ചു തന്നു. എൻ്റെ പോലെ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ അങ്ങനെ അപ്പോൾ ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ അത് ഞാൻ റൂട്ടാക്കി എടുത്തൊരു 3.5 മിനിറ്റ് സിനിമ കാണുമ്പം അറിയാൻ പറ്റും. അത് വല്ലാത്തൊരു സംഭവം അത്. അപ്പോൾ അതിനകത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ അവിടെ ചെന്ന് ഇദ്ദേഹം കാണിക്കാനായിട്ട് ഞാൻ ഇട്ടേച്ച് പോയാലോ എന്ന് ആലോചിച്ചാൽ ആദ്യം. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അദ്ദേഹത്തിന് ഞാൻ ഇങ്ങനെ കുറേ നോക്കി സാറേ ഒന്നുകൂടെ ഒന്ന് പറയാമെന്ന് ചോദിച്ചു. 2-3 അങ്ങനെ അദ്ദേഹം അടുക്കളയിൽ പോയി അവിടെ നിന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്തൊക്കെ അവിടെ നിന്നിട്ട് ഇവിടെ വന്നിട്ട് ലൈൻ കൊണ്ടിട്ട് ജനൽ തുറന്ന് നോക്കി അവിടെ പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് ആ മോളെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പിന്നെ ഗോണിയുടെ അടി വന്നിട്ട് ഒരു പെഗ്ഗു അടിച്ച് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഇവിടെ എൻ്റെ ഓർഡർ കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമല്ലാന്ന് പറഞ്ഞ് എനിക്കൊരു എനർജിയും വന്നു. ഞാൻ അദ്ദേഹത്തെ ശരിക്കും അനുകരിക്കുക പടത്തിൽ ചെയ്ത്. ആ പടം നല്ലൊരു ഗംഭീര ഒരു വേഷം തന്ന അദ്ദേഹം ചുരുളി എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോൾ എനിക്ക് അതിനകത്ത് ഒരു ഇച്ചിരി വലിയ വേഷമാണ്, വലിയ വേഷം. അപ്പോൾ അതിനകത്ത് പിന്നെ സ്ക്രിപ്റ്റ് കാര്യങ്ങളൊന്നും എനിക്ക് കണ്ടതായിട്ട് ഓർക്കാനുള്ള കാര്യം വെച്ചാൽ ഞാൻ പറഞ്ഞു തരുമായിരുന്നു കൂടുതലും. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ഇച്ചിരി ഈ പറഞ്ഞ പോലെ അറിയാലോ ചുരുളിയുടെ കാര്യം. അപ്പോൾ അതിനകത്ത് ഒരു കാടാണ് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത ആ ലൊക്കേഷൻ. എൻ്റെ വീട്ടിൽ നിന്ന് 20 മിനിറ്റ് ലൊക്കേഷനിലേക്കുള്ളൂ. അപ്പോൾ ഈയിടെ ഒരു ട്രോൾ ഇറങ്ങി, ചുരുളിയുടെ സെറ്റ് ജാഫ്രിഡിക്ക് മേടിച്ചു. ചുരുളിയുടെ സെറ്റ് ഞാൻ മേടിച്ചില്ല. ചുരുളിയിൽ ഒരു തടിയുടെ മുകളിലിരുന്നൊരു തല്ലുന്നുണ്ട്, അങ്ങനെ തല്ലി ചാടിക്കുന്നത് അവിടെ മത്സരമാണ് പണ്ടത്തെ. ആ പോർഷൻ നടന്നതിൻ്റെ അതിൻ്റെ മുകളിൽ വെച്ച ഒരു ഏരിയ ഒരു ഏക്കർ മിച്ചം സ്ഥലം ഞാൻ മേടിച്ചാൽ അത് ട്രോളായി. എന്തായിക്കോട്ടെ, എന്താണെങ്കിലും ഞാൻ മേടിച്ചാൽ എൻ്റെ മോൻ്റെ പേരിലാണ് മേടിച്ചത്. അപ്പോൾ ചുരുളിയിലങ്ങനെ ഉണ്ട്. പിന്നെ അദ്ദേഹം ഇങ്ങനെ പറയും, അത് അവിടെ പറ ഇവിടെ പറ ഇങ്ങനെ പറഞ്ഞേരെ അങ്ങനെ പറഞ്ഞുതരാം പറഞ്ഞു തരും. പറഞ്ഞു തരുന്നു അങ്ങനെ അങ്ങോട്ട് ചെയ്തു. ഇങ്ങനെ ആ പടം ജീവിതം മനസ്സിൽ നിന്ന് പോകില്ല. കാരണം വെച്ചാൽ സ്ക്രിപ്റ്റ് ബേസിൽ അങ്ങ് പോയ പടമല്ല. എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു കൊടുത്തെല്ലാം ചെയ്തു. അപ്പം അതിനകത്ത് അറിയാൻ പാടില്ല, ഏറ്റവും കൂടുതൽ ഹെഡ്സെറ്റ് വിറ്റ ഒരു പടമാണ് ചുരുളി. പിന്നെ ജല്ലിക്കെട്ടിലെ DOP ഗിരീഷ് സാറായിരുന്നു. മറ്റേ ഗിംബലൊക്കെ വെച്ചിട്ട് ആ 3.5 മിനിറ്റ് എൻ്റെ പുറകെ അദ്ദേഹം പിന്നെ ആരും തൊടിയിക്കില്ല, അടുത്തൊന്നും പിടിക്കാൻ പറ്റില്ല, അദ്ദേഹം തന്നെ അങ്ങനെ പിടിക്കുള്ളൂ. അങ്ങനെ പിടിച്ച് അങ്ങനെ കൊണ്ടുപോയി അങ്ങനെ ചെയ്യും. ഒക്കെ സഹായമാണ് ആ പടത്തിനകത്ത് എനിക്ക് ഒത്തിരി. അങ്ങനെ ഞാൻ അതിശയിച്ചു പോയിട്ടുണ്ട്. വേറെ ഒരു പടത്തിനകത്ത് പടവട്ടം എന്ന് പറയുന്ന പടമാണെന്ന് തോന്നുന്നു, അല്ല ജിന്നെന്ന് പറയുന്ന പടം. അതിനകത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ വർക്ക് കണ്ടിട്ട് എനിക്ക് തലയ്ക്ക് ഇതായിപ്പോയി, വല്ലാത്തൊരു. പിന്നെ വർക്ക് ചെയ്തിട്ടുള്ള DOPകളൊക്കെ ഓരോരുത്തരും ക്യാമറമാന്മാരൊക്കെ ഓരോരുത്തരും ഒരേ വ്യത്യസ്ത കഴിവുകളാണ്. പിന്നെ നീലകണ്ഠൻ സാറ് ചുരുളിയുടെ ക്യാമറമാൻ, അദ്ദേഹത്തിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ക്യാമറ എടുത്ത് തോളയിൽ വെച്ചാൽ പിന്നെ പടത്തിൻ്റെ ഏത് ചുവയുള്ള പടമാണെങ്കിൽ അത് വെച്ചിട്ട് ഞാൻ ചുരുളിയിൽ കണ്ട അതങ്ങനെ പോവും. ലിജോ സാറും പോവും, അമ്പാട്ട് സാറും പോവും. അല്ല നീലകണ്ഠൻ സാറും ഇങ്ങനെ നീലകണ്ഠൻ സാറും ഇങ്ങനെ പോണ വഴിക്ക് ഒരു പാറ്റയോ ഒരു പഴുതാരയോ ഒരു എട്ടുകാലിയോ അല്ലെങ്കിൽ ഇങ്ങനെ കൂട്ടിയിരിക്കുന്ന ആ സാധനം എന്തെങ്കിലും അത് ഒരു മരത്തിൻ്റെ പൊത്തോ അങ്ങനെയൊക്കെ വെച്ച് അതെല്ലാ പടത്തിലുണ്ട്. അപ്പം പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു സാധനമല്ല. ആ റണ്ണിങ്ങിൽ അങ്ങോട്ട് ആ ലൊക്കേഷനിലേക്ക് റൺ ചെയ്യുമ്പോൾ തന്നെ ക്യാമറയിൽ ഇതും ഒക്കെ പകർത്തുന്ന അതന്നെയല്ല. അദ്ദേഹത്തിൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാനുണ്ട് തമ്പുരാനെ. ഇത് ഭാഗ്യം, എനിക്കൊക്കെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണും. അത്രയൊരു നല്ലൊരു സ്നേഹിച്ചുകൊണ്ട് നമുക്ക് മനസ്സമാനം കിട്ടും. ഒരു സിനിമയിൽ ചെന്ന് കഴിഞ്ഞാൽ ഡയറക്ടർ സൈഡിൽ നിന്നും ക്യാമറ സൈഡിൽ നിന്നും ഒക്കെ നമുക്കൊരു നല്ല മനസ്സമാനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും അവർ. പിന്നെ വേറൊരു കാര്യമുണ്ട്, പണ്ടത്തെ സിനിമയും ഇന്നത്തെ സിനിമയും തമ്മിലുള്ള ചെറിയ വ്യത്യാസത്തിൽ ചെറിയൊരു സംഭവമുണ്ട്. കാരണം വെച്ചാൽ അന്ന് ഫിലിമിലായിരുന്നു പടം. ഞാൻ ഒരു 10-35 പടം ഫിലിമിൽ ചെയ്തതാണ്. അപ്പോൾ ഇപ്പോൾ ഈ മാച്ച് പിടിക്കുന്ന ക്യാമറ വന്നു കഴിയുമ്പോഴത്തേക്കും അതൊരു സീരിയസ്നെസ് ഇച്ചിരി കുറഞ്ഞോ, മൊത്തത്തിൽ ഒരു ഉത്തരവാദിത്തം എന്നൊക്കെ പറയും. അത് തെറ്റിയാൽ പിന്നെ പിടിച്ചോളൂല്ലോ എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ. അന്നൊന്ന് തെറ്റി രണ്ടാമത്തെ തെറ്റെന്ന് പറഞ്ഞാൽ വീട്ടിൽ ചെന്നിരിക്കേണ്ടി വരും, വേറെ ആർട്ടിസ്റ്റ് വരും. അപ്പോൾ ഒരു സീരിയസ്നെസ് ഇച്ചിരി കുറഞ്ഞു ക്യാമറ മാറിയപ്പം. അപ്പം ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഏത് ജോലിയാണേലും എന്ത് കാര്യമുണ്ടെന്ന് എൻ്റെ സിനിമാ ലോകം കൂട്ടാരെ നമ്മൾ എന്ത് ജോലിയാണെങ്കിലും ഒരു ധർമ്മം എടുത്ത് ജീവിക്കുന്ന ഒരാളാണെങ്കിലും ശരി, അതിനകത്തൊരു
എന്ത് ആ ചോദിക്കുന്നതും അത് മേടിക്കുന്നതിനും ആ മര്യാദയും എല്ലാ ജോലിയിലും ഒരു നല്ല മര്യാദയും ഉത്തരവാദിത്വം കാണിച്ചു കഴിഞ്ഞാൽ എല്ലാ ജോലിയും രക്ഷപ്പെടും, എല്ലാവർക്കും രക്ഷപ്പെടാൻ പറ്റും. ക്രെയിൻ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇരിക്കുന്ന ആ സ്പേസിൽ ആ ബേസിൽ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് കണ്ടില്ല. ഞാനിത് ഞാനില്ല ശരിക്കും ആ സീനിൽ. ഞാൻ മാറി നിന്ന് ഞാൻ ഗിരീഷ് സാറിൻ്റെ തൊട്ടുപുറത്തെ ഷൂട്ടിലേക്ക് ഒരു വീടിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ജിന്ന് സിനിമ കാണുമ്പോൾ തന്നെ കാണാൻ അറിയാം. ഇങ്ങനെ വന്ന് ആ ഗേറ്റ് കിടന്ന് ഇങ്ങോട്ട് വന്ന് പുറത്തേക്ക് വന്നിട്ട് ഞാൻ നോക്കി ഗിരീഷ് സാറിനെ കാണാനാ. ഞാൻ നോക്കുമ്പോൾ ആകാശത്ത് നിൽക്കുന്നുണ്ട് ക്യാമറ ഇങ്ങനെ ഇങ്ങ് വന്ന് നേരെ ആ ക്രെയിനിലേക്ക് ഇങ്ങ് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ക്രെയിൻ അങ്ങോട്ട് പൊങ്ങി. ഞാൻ അത് നോക്കിയില്ലായിരുന്നു. ഞാൻ നോക്കുമ്പം ഷൂട്ടിന് പോയ വണ്ടി ആൾക്കാരൊക്കെ നോക്കിയപ്പോൾ തലയ്ക്ക് മുകളിൽ കുറേ മുകളിൽ ഇങ്ങനെ ക്യാമറ ഇട്ടാക്കി പേടിച്ചു പോയി ഞാൻ. അദ്ദേഹത്തിൻ്റെയൊക്കെ ആ എക്സ്പീരിയൻസ് ഉള്ള ആളുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റുക തന്നെ നമ്പരാനെ. ചിലപ്പം ദൈവാധീനം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് നല്ല സ്വഭാവം ഉള്ളത് കൊണ്ടായിരിക്കാം ഉണ്ടോയെന്ന് നിങ്ങൾ ജനമാണ് തീരുമാനിക്കണം. അപ്പം അങ്ങനെ ആയിരിക്കാം, ഒരനുഗ്രഹം കൊണ്ടായിരിക്കാം എനിക്ക് ഏത് ഡയറക്ടറും എൻ്റെ അടുത്ത് മര്യാദയ്ക്ക് എന്നോട് എല്ലാ കാര്യങ്ങളും ഞാൻ സംശയങ്ങളൊക്കെ ചോദിച്ചു തന്നെ. ഞാൻ മിമിക്രി എന്നൊക്കെ വന്നാൽ അപ്പം നമ്മളൊരു അടിസ്ഥാന കലാകാരനായിട്ട് വന്ന ഒരാളൊന്നുമല്ല. അപ്പം ഞാൻ ചോദിക്കുന്ന സംശയമൊക്കെ പറഞ്ഞു തരുന്ന എല്ലാ ഡയറക്ടേഴ്സും അങ്ങനെയൊന്നുമില്ല, എനിക്ക് വ്യത്യാസമൊന്നുമില്ല ആരാണേലും. ഞാൻ ജോഷി സാറിൻ്റെ ഒക്കെ പടം ചെയ്തല്ലോ. നമ്മളിപ്പോൾ പെട്ടെന്ന് പറയുമ്പോൾ ജോഷി സാർ, സിബി മലയിൽ സാർ എന്നൊക്കെ പറഞ്ഞല്ലേ നമ്മൾ പറയണത്. അപ്പം അങ്ങനെയുള്ളവരുടെ പടം ചെയ്തപ്പോഴും നമുക്ക് വ്യത്യാസങ്ങളൊന്നും ഞാൻ കാണാറുമില്ല, അവരെന്നോട് വ്യത്യസ്തത കാണിക്കാറുമില്ല. അപ്പം എല്ലാവരും സന്തോഷമായിട്ട് പോകുന്നുള്ളൂ. പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സിനിമ എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് തൊട്ട് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ തിയേറ്ററൊന്നും വലിയ ഹെവി തിയേറ്ററൊന്നുമില്ല. ഞാനൊക്കെ ഓലമേഞ്ഞും അല്ലെങ്കിൽ ടാറ് അടിച്ച പരമ്പുള്ള തിയേറ്ററിലൊക്കെ സിനിമ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം തിയേറ്ററിൽ ചെന്ന് സിനിമ കാണുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഹോം തിയേറ്ററും കാര്യങ്ങളൊന്നും വയ്ക്കാനുള്ളൊരു സാമ്പത്തിക ശേഷിയൊന്നും കാണില്ല. സാധാരണക്കാർ കണ്ടുകൊണ്ടിരുന്ന പണ്ടൊക്കെ ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ കയ്യിൽ പൊത്തിട്ടിട്ട് പൊത്തിനകത്തൂടെ കൈയിട്ട് 5 കൈ 6 കൈ, പിന്നെ കൈ വലിച്ചൂരാനുള്ള പാട്, ടിക്കറ്റ് പകുതി കീറിയിട്ട് അവിടെ കൊണ്ടുപോയിക്കുമ്പോൾ കീറാൻ നിൽക്കുന്ന ആൾ പറയും ഇത് കീറിക്കൊണ്ടാണല്ലോ വന്നത്, എന്തൊക്കെ പ്രശ്നം നേരിട്ടുണ്ടെന്ന് പറയും. അത് അവിടെ നിന്ന് കൈ വലിച്ചുകൂടിയപ്പോൾ കീറിയതാണ്. അപ്പം അങ്ങനെ തിയേറ്ററിൽ തന്നെ സിനിമ ആണ്. അപ്പം നമുക്ക് ഒരു മഹത്തായ ദുരന്തം ഉണ്ടായി, ഒരു വല്ലാത്ത ദുരന്തം. ലോക്ക്ഡൗൺ ഒക്കെ ആയ മറ്റേ കൊറോണയൊക്കെ വന്ന സമയത്ത് നമ്മളെ പ്ലാറ്റ്ഫോം മാറിയിട്ട് നേരെ OTTയിലേക്ക് പോയി. അത് നല്ല കാര്യമായിരുന്നു. അന്നത്തെ കാലത്ത് OTTയിൽ വരുന്നതും നമുക്ക് തിയേറ്ററിൽ പോകാനൊന്നും പറ്റിയല്ലോ. പക്ഷേ അത് OTTയിലും വരണം, തിയേറ്ററിലും പടം വരണം. ഇനി പിന്നെ OTT പ്ലാറ്റ്ഫോം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അത് ഒരു കാലത്ത് നമ്മളെ ശരിക്കും സഹായിച്ചാൽ ഇപ്പോഴും സഹായിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ക്ലബ്ബിംഗ് ആയിട്ട് രണ്ടുപേരും ഈ തിയേറ്ററും അതുകൊണ്ട് കൂടി ഒന്നിച്ച് അതിനൊരു അലയൻസായിട്ട് പോയാൽ നല്ലതാണ്. അല്ലെങ്കിൽ പിന്നെ അത് വ്യത്യസ്തത മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. എന്താണേലും പടം എല്ലാവരും സിനിമാ തിയേറ്ററിൽ ചെന്ന് കാണാനുള്ളൊരു സംഭവം ശ്രദ്ധിക്കുക എന്ന് ഞാൻ പറയുന്നത്.